പക്ഷെ എനിക്ക് പറയാനുള്ളത് വെച്ചെങ്കിൽ നമുക്ക് ഈ 50 ലക്ഷത്തിന്റെ ടയറൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഒരു നോർമൽ ആൾക്കാർക്ക്. സാധാരണ മാർക്കറ്റിൽ ബെസ്റ്റ് നമ്മൾ ടയറിന്റെ സൈസ് അല്ലെങ്കിൽ നമ്മളെ വണ്ടിക്ക് ഏത് കൈൻഡ് ഓഫ് ടയറാണ് യൂസ് ആക്കാൻ പറ്റുക അത് അങ്ങനെ മനസ്സിലാക്കാനുള്ളതാണ്. പക്ഷെ എനിക്ക് കാര്യം പറഞ്ഞു വെച്ചെങ്കിൽ നമുക്ക് 50 ലക്ഷത്തിന്റെ ടയറൊന്നും ആവശ്യമില്ല കേട്ടോ. സാധാരണക്കാരന് നമുക്ക് മാർക്കറ്റിൽ ബെസ്റ്റ് പ്രൈസിൽ അല്ലെങ്കിൽ ബെസ്റ്റ് ക്വാളിറ്റിയിൽ നമുക്ക് സെർച്ച് ചെയ്താൽ ഞാൻ കിട്ടും. നമ്മൾ ആകെ നോക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വണ്ടിക്ക് അനുസൃതമായുള്ള സൈസ് എന്താണെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അത് വളരെ ഈസിയാണ്. ഇങ്ങോട്ട് വരും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഡ്രൈവറിന്റെ ഡോറ് തുറന്നിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇവിടേക്ക് ഇതുണ്ടോ, ഇത് ഈ വണ്ടിന്റെ ചേസിസ് നമ്പർ എന്ന് പറയും. ഓക്കെ, ഇതിന് തൊട്ട താഴത്ത് ടയർ പ്രഷർ ഉണ്ട്, ഇതിന്റെ ഏതാ സൈസ് എന്നും ഏതാ റെക്കമെൻഡഡ് ടയർ എന്നും ഇതിന്റെ സൈസ് എല്ലാം അവിടെ എഴുതിയിരിക്കുന്നത്. ആ സൈസ് നമ്മൾ വാങ്ങിക്കുക. അതുകൂടാണ്ട് അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ആൻഡ് റിയർ. കറക്റ്റ് കാണാൻ പറ്റും ഫ്രണ്ട് ആൻഡ് റിയർ. അതിൽ ടയർ പ്രഷറാണ് കാണിക്കുന്നത്. ആ പ്രഷർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഞാൻ ഈ വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്